ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ ശനിയാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ സൈന്യമാകാൻ സാധ്യതയെന്ന് വെളിപ്പെടുത്തലുമായി US സൈനിക അന്വേഷണ ഉദ്യോഗസ്ഥർ. 165ഓളം കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രാഥമിക നിഗമനങ്ങൾ US സേനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നും മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സൺ സംഭവത്തിൽ സൈനിക അന്വേഷണം നടക്കുന്നതായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള സ്ഫോടന വസ്തുക്കളാണ് ഉപയോഗിച്ചതെന്നോ ആക്രമണത്തിന് പിന്നിലെ കൃത്യമായ കാരണമെന്തെന്നോ ഉള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇറാനിലെ മീനാബിലുള്ള പെൺകുട്ടികളുടെ പള്ളിക്കൂടമാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആദ്യ ദിനത്തിലെ ആക്രമണത്തിനിടെ തകർന്നത്. മരിച്ചവരിൽ ഭൂരിഭാഗവും 7നും 12നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ്. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിന് നേരെ നടന്ന ആക്രമണത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം കഴിഞ്ഞ ഒരാഴ്ചയായി പശ്ചിമേന്ത്യയാകെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതിയും മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സ്വാധീനവുമാണ് പ്രധാന കാരണങ്ങൾ. ഇസ്രായേലും അമേരിക്കയും ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുന്നു. അതേസമയം ഇറാൻ തന്റെ ആണവ പദ്ധതി സമാധാനപരമായ ഊർജ്ജ ആവശ്യങ്ങൾക്കാണെന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയത്തെ തുടർന്ന് അമേരിക്ക ഇറാനെതിരെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത കാലത്ത് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കൂടുതൽ വഷളായി. ഇറാനുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന സംഘടനകളായ ഹിസ്ബുള്ള, ഹമാസ് എന്നിവരുമായി ഇസ്രായേൽ പലതവണ ഏറ്റുമുട്ടലുകൾ നടത്തി. യുദ്ധം തുടരുന്ന പശ്ചിമേന്ത്യയിൽ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒട്ടേറെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. നഗരത്തിലുടനീളം വൻ സ്ഫോടനങ്ങൾ നടന്നു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെർമൻഷാക്ക് ചുറ്റും ഒട്ടേറെ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാന്റെ ഡ്രോണുകൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ, ഭൂഗർഭ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിലുമാണ് US ആക്രമണം ഇന്നുണ്ടായത്. ഇതിനായി ഡസൻ കണക്കിന് ബങ്കർ ബസ്റ്റർ ബോംബുകളും US ഇട്ടു. കുവൈത്ത്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ കടുത്ത ആക്രമണം നടത്തി. പ്രധാനമായും ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. എന്നാൽ സൗദി അറേബ്യയിൽ ആക്രമണത്തിന് മിസൈലുകൾ ഉപയോഗിച്ചു. ആക്രമണങ്ങൾ തടഞ്ഞതായി സൗദി അറിയിച്ചു. ബഹ്റൈനിൽ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളും ഇറാൻ ലക്ഷ്യമിട്ടു. ഒരു ഹോട്ടലിലും 2 പാർപ്പിട സമുച്ചയങ്ങളിലും ആക്രമണം ഉണ്ടായി. ലക്ഷ്യമിട്ടെത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഫലപ്രദമായി തടഞ്ഞതായി കുവൈത്തും അറിയിച്ചു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്ന് നിശ്ചലമായി. ലോകത്തിലെ എണ്ണയുടെ 1/5 ഭാഗവും കടന്നുപോകുന്നത് ഈ വഴിയിലൂടെയാണ്. സൗദി അറേബ്യ, കുവൈത്ത്, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ ഇടയായിട്ടുണ്ട്. ഏകദേശം 3200 കപ്പലുകളാണ് നിലവിൽ പേർഷ്യൻ ഉൾക്കടലിൽ ചലനമാറ്റ നിലയിലുള്ളത്. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനപരമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്ന് ലോകരാഷ്ട്രങ്ങൾ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.